ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നമ്മൾ വീണ്ടും ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് വരികയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഷമാണിത്. 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ 4 വർഷ ബിരുദ പ്രോഗ്രാമിലേക്ക് നമ്മുടെ സംസ്ഥാനവും രാജ്യമൊട്ടുക്കും മാറുന്ന ഒരു കാലമാണിത്. ഇത് ഏതൊക്കെ വിധത്തിലാണ് നമ്മുടെ കുട്ടികളെ, അവരുടെ ഭാവിയെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. സപ്പോസ് ഒരു കുട്ടി +2 കഴിഞ്ഞിട്ട് ഒരു കലാലയത്തിൽ, കോളേജിൽ, സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് വരികയാണ്. അവൻ ഏത് വിഷയമെടുക്കണം എന്നതിനെക്കുറിച്ച് നമുക്കിടയിൽ പലപ്പോഴും ഒരു ധാരണയില്ലായ്മ ഉണ്ടാകാറുണ്ട്, വീടുകളിൽ തന്നെ. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിക്ക് +2 കഴിഞ്ഞാൽ സയൻസ് അചിന്ത്യമായിരുന്നു ഇത്രയും കാലം. എന്നതുപോലെ സയൻസ് പഠിച്ച ഒരു കുട്ടിക്ക് കോമേഴ്സ് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ +2 കഴിയുമ്പോൾ ശരിക്കും കുട്ടികളുടെ ചിറകരിയുന്ന ഒരു അവസ്ഥയാണ് ഇത്രയും കാലം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായിരുന്നത്. ഒരു പക്ഷേ +2വിനൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ടൊന്നും ഒരു സെലക്ഷൻ, ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാൻ കുട്ടികൾക്കായിട്ടുണ്ടാവില്ല. അതൊക്കെ സാധ്യതകൾ പരിമിതമായി കഴിയുമ്പോൾ പിന്നീട് നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത് അവർ ദുഃഖിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരു കാലമായിരുന്നു. ഇപ്പോൾ ഒരു കുട്ടി കലാലയത്തിലേക്ക് ഈ പുതിയ സമ്പ്രദായത്തിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് വരുമ്പോൾ കുട്ടിക്ക് ലഭിക്കുന്ന അവസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണം, ഒരു വിദ്യാർത്ഥിക്ക് കലാലയത്തിലേക്ക് വരുമ്പോൾ അവന് പഠിക്കാൻ താല്പര്യമുള്ള, അവന് വൈയക്തികമായിട്ട് ഐച്ഛികമായിട്ട് തോന്നുന്ന ഒരു വിഷയം, അത് കെമിസ്ട്രി ആണെന്നിരിക്കട്ടെ. പക്ഷേ അവൻ്റെ പിതാവിന്, അച്ഛന് പക്ഷേ അവൻ ബോട്ടണി പഠിക്കാനായിരിക്കും താല്പര്യം. അമ്മ പറയുന്നു അല്ല, അവൻ ഇംഗ്ലീഷ് പഠിച്ചാലും മതി. ഇങ്ങനെ കലാലയത്തിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന അവസരത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നൊരു കൺഫ്യൂഷനാണിത്. അങ്ങനെ അവർ അഡ്മിഷൻ വാങ്ങാനായിട്ട് കോളേജിലേക്ക് വരുന്ന അവസരത്തിൽ കോളേജിൽ കാണുന്ന ഈ അവസരങ്ങളൊക്കെ കാണുമ്പോൾ വീണ്ടും പയ്യന് അങ്കലാപ്പുണ്ടാകുന്നു. പിന്നെ തൻ്റെ നേച്ചറോട്, പ്രകൃതത്തോട്, തൻ്റെ അഭിരുചികളോടൊന്നും താല്പര്യമില്ലാത്ത ഏതോ ഒരു കോഴ്സിൻ്റെ അഡ്മിഷൻ എടുത്തുകൊണ്ട് ആ പയ്യൻ പഠിക്കാനായിട്ട് തുടങ്ങുന്നു. ഇങ്ങനെ വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ വരുന്ന ഈ 4 വർഷ വിദ്യാഭ്യാസത്തിൽ ഇവിടെ സംഭവിക്കുന്നത്, ഈ കുട്ടിക്ക് അവൻ്റെ സ്വപ്നങ്ങൾക്ക്, അവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള വിവിധ വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു കിട്ടുന്നു എന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഉദാഹരണം തന്നെ എടുക്കുക. കുട്ടിക്ക് പക്ഷേ കെമിസ്ട്രി പഠിക്കാൻ താല്പര്യമാണ്. അവൻ്റെ അച്ഛന് അവൻ ബോട്ടണി പഠിക്കണമെന്നാണ് താല്പര്യം. അമ്മയ്ക്ക് അവൻ ഇംഗ്ലീഷ് പഠിക്കണമെന്നാണ് താല്പര്യം. ഈ പുതിയ സമ്പ്രദായത്തിൽ ഈ കുട്ടിക്ക് ഈ 3 വിഷയങ്ങളും എടുത്ത് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നതാണ് ഈ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ്, ഒരു നേട്ടം. അങ്ങനെ പഠനം തുടങ്ങുന്ന അവസരത്തിൽ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് തൻ്റെ ഐച്ഛിക വാസനകളെക്കുറിച്ച്, അഭിരുചികളെക്കുറിച്ച് വ്യക്തതയില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ മുതിർന്നവരുടെയും താല്പര്യമനുസരിച്ചുകൊണ്ടുള്ള വിഷയമെടുത്ത് അവൻ പഠനം തുടങ്ങുന്നു. ആദ്യത്തെ 1 വർഷം ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ അവൻ ഈ വിവിധ വിഷയങ്ങൾ പഠിക്കുകയാണ്. 4 ഇയർ UG പ്രോഗ്രാം നൽകുന്നത് ഈ 3 വിഷയങ്ങൾക്ക് മാത്രമുള്ള സാധ്യതയല്ല കേട്ടോ. അതിൻ്റെ മറ്റ് സാധ്യതകളും കൂടെയൊക്കെ കേൾക്കുമ്പോൾ ഇത് തുറന്നിടുന്ന സാധ്യതകളുടെ വാതായനം അത് വളരെ രസകരമായിട്ട്, വളരെ ഇമാജിനേറ്റീവ്, കളർഫുള്ളായിട്ട് നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ ഈ 3 വിഷയങ്ങൾ തന്നെ എടുത്ത് പഠിച്ചു തുടങ്ങുന്ന ഈ കുട്ടി ആദ്യത്തെ 1 വർഷം ഇതിൻ്റെ പല പേപ്പറുകൾ, പല വിഷയങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ അവന് ഒരു നിശ്ചയം ഉണ്ടാകുന്നു. തനിക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ചോദന, അഭിരുചി ഏത് വിഷയത്തിലാണെന്ന് കണ്ടിട്ട് അതിനനുസരിച്ചുകൊണ്ട് ചുവട് മാറ്റാനുള്ള ഒരു വാതിൽ ഇത് തുറന്നിടുന്നു. ഉദാഹരണം, അവൻ പഠിച്ചു തുടങ്ങിയത് ഇംഗ്ലീഷാണെന്ന് കരുതുക. ഇനി ഈ എടുത്തിരിക്കുന്ന 3 വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 3 വിഷയങ്ങൾ തന്നെ അതിലൊരെണ്ണം മേജറായിട്ടാണ് പഠിക്കുക, ബാക്കി 2 മൈനറായിട്ടും പഠിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ ബോട്ടണി മേജറായിട്ട് എടുത്ത് പഠിച്ചു തുടങ്ങുന്നു, കെമിസ്ട്രിയും ഇംഗ്ലീഷും മൈനറാക്കുന്നു എന്ന് കരുതുക. 1 വർഷത്തെ പഠനത്തിലൂടെ അവന് മനസ്സിലാകുന്നു അവന് ബോട്ടണി വേണ്ട, അവൻ്റെ താല്പര്യം ഇംഗ്ലീഷിലാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അടുത്ത വർഷം, 2ാം വർഷം മുതൽ
ബോട്ടണിക്ക് പകരം ഇംഗ്ലീഷ് മേജറാക്കിയിട്ട് ബോട്ടണിയും കെമിസ്ട്രിയും മൈനറാക്കിയാൽ അവൻ ഇംഗ്ലീഷിൻ്റെ മേഖലയിലേക്ക് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ്റെ സ്വപ്നങ്ങൾക്കനുസരിച്ചുകൊണ്ട് പഠിച്ച് വളർന്ന ഒരു ജേർണലിസ്റ്റ് ആകാനോ അധ്യാപകനോ ഗവേഷകനോ ആകുവാനോ അല്ലെങ്കിൽ എംബസിയിലെ ജോലിക്ക് പോകുവാനോ വലിയ ഭാഷാ ശാസ്ത്രജ്ഞനാകാനോ ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുറന്നു തരുന്ന വിവിധ സാധ്യതകളിലേക്ക് അവന് സാഹചര്യം ഒരുങ്ങി കിട്ടുന്നു എന്നതാണ്. അപ്പോൾ ഇനി ഈ 4 ഇയർ UG പ്രോഗ്രാമും 3 ഇയറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ സാധ്യതകളുടെ ആ ഒരു അത്ഭുത പ്രപഞ്ചം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇത്രയും കാലം 3 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം പഠിച്ചു വന്നവരാണ് മുതിർന്നവരായ നമ്മളൊക്കെ. അതിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? അതിൽ ഒരു മെയിൻ വിഷയം പഠിക്കും. ഉദാഹരണത്തിന് ഡിഗ്രിക്ക് എക്കണോമിക്സ് എടുക്കുന്ന കുട്ടി, ഒരെണ്ണം കോർ പേപ്പർ എന്നാണ് നമ്മളതിനെ പറയുക. നേരത്തെ മെയിൻ പേപ്പർ എന്ന് പറയുമായിരുന്നു. പണ്ട് അതിനെ മെയിൻ പേപ്പർ എന്നും പിന്നെ 2 സബ്സിഡിയറി പേപ്പേഴ്സ് എന്നുമാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സെമസ്റ്റർ സിസ്റ്റം വന്നതിന് ശേഷം അതിനെ കോർ പേപ്പർ എന്നും കോംപ്ലിമെൻ്ററി പേപ്പറുകളും എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഒരു കോർ പേപ്പർ പിന്നെ 2 കോംപ്ലിമെൻ്ററി പേപ്പറുകളുമാണ് അവർ പഠിക്കുക. അതോടൊപ്പം തന്നെ ആദ്യത്തെ 2 വർഷങ്ങളിൽ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടായിരുന്നു. അത് എല്ലാ ഡിഗ്രി പ്രോഗ്രാമിനും കോമൺ ആയിട്ടുള്ളതായിരുന്നു. അതിൽ ഒന്നാമത്തെ ഭാഷയായിട്ട് ഇംഗ്ലീഷും 2ാം ഭാഷയായിട്ട് മലയാളം അല്ലെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ സംസ്കൃതം ഒരു ഫ്രഞ്ച് ഒരു ജർമ്മൻ ഇങ്ങനെ ഏതെങ്കിലും ഇതര ഭാഷയുമാണ് അവർ പഠിച്ചിരുന്നത്. ഇതായിരുന്നു 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒരു പാഠ്യപദ്ധതി ഘടന. ഇപ്പോൾ അതിന് മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ 4 ഇയർ പ്രോഗ്രാമിൽ ഒരു 3 ലെയേഴ്സായിട്ട് അല്ലെങ്കിൽ 3 പാക്കേജസ് ആയിട്ടാണ് ഇതിൻ്റെ വിവിധ കോഴ്സുകളെ വിഭാവന ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതിനെ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് എന്ന് വിളിക്കും. ഈ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് ഡിഗ്രിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ആണ്, പക്ഷേ അതിൽ നിന്നും ഒത്തിരി സാധ്യതകൾ ഉള്ള ഒരെണ്ണമാണ്. എന്ന് മാത്രമല്ല 3 വർഷ ഡിഗ്രി പ്രോഗ്രാമിൽ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് എല്ലാ ഡിഗ്രിക്കും കോമൺ ആയിട്ട് പൊതുവായിട്ട് ഒന്ന് തന്നെയായിരുന്നു. ഇവിടെ വരുന്ന വ്യത്യാസം, ഇപ്പോൾ ഒരു കോളേജിൽ 8 ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ 8 ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും അവരവരുടേതായിട്ടുള്ള ഫൗണ്ടേഷൻ കോമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നതാണ്. അതിന് 100 കണക്കിന് കോഴ്സുകളുടെ കോഴ്സ് ബാസ്ക്കറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് കോഴ്സുകൾ അവർ ചൂസ് ചെയ്യുകയാണ്. ഈ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് തന്നെ 4 ഇയർ ഡിഗ്രിയിൽ 1-2 കോഴ്സല്ല, 4 ഡിഫറൻറ്റ് കോമ്പോണൻസ് ആയിട്ട് അല്ലെങ്കിൽ 4 ഡിഫറൻറ്റ് കാറ്റഗറീസ് ആയിട്ടാണ് ഈ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് തിരിച്ചിരിക്കുന്നത്. അതിനെ AEC, SEC, MDC, VAC എന്ന് വിളിക്കുന്നു. എന്ന് വെച്ചാൽ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, വാല്യൂ ആഡഡ് കോഴ്സ്, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്നിങ്ങനെ 4 കാറ്റഗറികളിലാണ് ഈ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് ഉള്ളത്. അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആ ഡിഗ്രി പഠിക്കുവാനായിട്ട് വരുന്നവർക്ക് ഇപ്പോൾ സെൻറ്റ് മൈക്കിൾസ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് സ്പെഷ്യലൈസേഷൻ ഓൺ മീഡിയ സ്റ്റഡീസ്, മാധ്യമ പഠനങ്ങളിലേക്ക് കുട്ടികൾക്ക് ഭാവി തുറക്കുന്ന വിധത്തിലുള്ള കോഴ്സുകളാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മീഡിയ സ്റ്റഡീസ്, ഫിലിം സ്റ്റഡീസ്, റീഡിംഗ് ഫിലിം, കണ്ടൻറ്റ്, ക്രിയേറ്റിംഗ് ഡിജിറ്റൽ കണ്ടൻറ്റ്, ക്യൂറേറ്റിംഗ് ഡിജിറ്റൽ കണ്ടൻറ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ലിറ്ററേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള നിരവധി കോഴ്സുകളാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ട് സെൻറ്റ് മൈക്കിൾസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ചിലത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സാണ്, മറ്റു ചിലത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ്, ചിലത് വാല്യൂ ആഡഡ് കോഴ്സാണ്, മറ്റു ചിലത് എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്. ഇങ്ങനെ 4 ലേബലുകളിലായിട്ടാണ് ഈ കോഴ്സുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നതുപോലെ തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിന് അവരുടേതായിട്ടുള്ള ഫോറൻസിക് സയൻസ് ഒക്കെ ഉൾപ്പെടുന്ന പല കോഴ്സുകൾ അവരും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫൗണ്ടേഷൻ കോമ്പോണൻ്റ് എന്ന് പറയുന്നത്. സെൻറ്റ് മൈക്കിൾസ് കോളേജിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഓഫർ ചെയ്യുന്ന കോഴ്സുകളെക്കുറിച്ചുള്ള കാര്യം ഇതിൻ്റെ 2ാം ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. രണ്ടാമത്തെ 4 ഇയർ UG പ്രോഗ്രാം FYUGP എന്ന് വിളിക്കും. അതിൻ്റെ ഒരു 2ാം ലെയർ അല്ലെങ്കിൽ ഒരു 2ാമത്തെ പാക്കേജ് എന്ന് പറയുന്നതിനെ DSC എന്ന് വിളിക്കും. ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം.
ഇതാണ് കുട്ടികൾ ഗൗരവമായിട്ട് അവരുടെ ഡിഗ്രിയിൽ പഠിക്കുന്ന വിഷയം. ഇത് തന്നെ 2 വിധത്തിലാണ്. അതിൽ ഒന്ന് മേജർ, 2 മൈനർ കോഴ്സുകൾ. അപ്പോൾ DSCയുടെ കീഴിൽ 3 വിഷയങ്ങൾ അവർക്കെടുക്കാം. ഒന്ന് മേജറായിട്ടും ബാക്കി 2 മൈനറായിട്ടും അവർ പഠിച്ചു തുടങ്ങുന്നു. ഇത് കൂടാതെ തന്നെ മൂന്നാമത്തെ ഒരു പാക്കേജാണ് DSE എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് എന്നതാണ്. അത് 2ാം വർഷം മുതൽ ഓരോ ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റും ഐച്ഛിക വിഷയമായിട്ട് തിരഞ്ഞെടുത്തവർ പ്രത്യേകമായിട്ട് പഠിക്കുന്ന വിഷയമാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ്. ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അതിൽ മൈനർ പ്രോഗ്രാംസും ഉണ്ട്, ഒരു മേജർ പ്രോഗ്രാമും ഉണ്ട്. ഇത് അവർ 1ാമത്തെ സെമസ്റ്റർ മുതൽ ഡിഗ്രി പൂർത്തിയാക്കുന്ന അവസാനത്തെ സെമസ്റ്റർ വരെ പഠിക്കുന്ന പാഠ്യപദ്ധതിയാണ് ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് പറയുക. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ ഒരു കുട്ടിയുടെ താല്പര്യം, അവൻ്റെ അച്ഛൻ്റെ താല്പര്യം, അവൻ്റെ അമ്മയുടെ താല്പര്യം, ഇതിനെ 3നെയും സമഞ്ജസമായി സമ്മേളിപ്പിച്ചുകൊണ്ട് ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിനെ സെലക്ട് ചെയ്യുവാനായിട്ട് ഒരു കുട്ടിക്ക് അവസരം ലഭിക്കുന്നു എന്നത് 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജാണ്, ഒരു സാധ്യതയാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 4 വർഷത്തിലേക്കുള്ള ഡിഗ്രി പ്രോഗ്രാമാണ് ഈ പുതിയ സംവിധാനത്തിലുള്ളത്. പക്ഷേ ഇനി 3 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കണം എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കതിനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഈ 3 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ നിശ്ചിത ക്രെഡിറ്റുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ്. എന്നാൽ 4 വർഷമാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ്. 4ാം വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം തന്നെ 2 വിധത്തിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒന്ന് ഡിഗ്രി വിത്ത് ഓണേഴ്സ് എന്ന് വെച്ചാൽ BA ഓണേഴ്സ്, BSc ഓണേഴ്സ്, BCom ഓണേഴ്സ് എന്ന രീതിയിൽ കൊടുക്കുന്നു. മറ്റൊന്ന് BA ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രിയാണ്. അപ്പോൾ 4 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് BA ഓണേഴ്സ് അല്ല BSc ഓണേഴ്സ് ഒക്കെ ലഭിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് റിസർച്ചിന് പോകാൻ, ഗവേഷണത്തിന് പോകാൻ അഭിരുചിയും താല്പര്യവുമുള്ളവർക്ക് BA ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അത് വളരെ ശ്രേഷ്ഠമായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു അഡ്വാൻറ്റേജ്, നേട്ടം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാതെ തന്നെ നേരിട്ട് PhDക്ക് ജോയിൻ ചെയ്യുവാനുള്ള അവസരവും ഇതിൽ തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഈ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു സ്റ്റെപ്പാണത്. കാരണം ഇത്രയും കാലം 3 വർഷത്തെ ഡിഗ്രി പഠിച്ചാൽ പിന്നെ 2 വർഷം മാസ്റ്റേഴ്സ് കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ജോലിക്കുള്ളൊരു എലിജിബിലിറ്റി എന്ന രീതിയിലൊക്കെ നമ്മൾ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറിയിട്ട് 4 വർഷത്തെ ഡിഗ്രി വിത്ത് ഓണേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി BA ഓണേഴ്സ് ഓർ BSc ഓണേഴ്സ് വിത്ത് റിസർച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ, ശ്രേഷ്ഠമായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് നേരിട്ട് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും കാലം നമ്മൾ UGC നെറ്റ് പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു. അത് സാധാരണ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ്, അല്ലെ മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിലാണ് നമ്മൾ ഈ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നത്. ഇപ്പോൾ ഈ പുതിയ സംവിധാനത്തിൽ വരുന്ന ഒരു മെച്ചം, ഈ 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് അതോടൊപ്പം തന്നെ UGC നെറ്റ് പരീക്ഷയും ക്വാളിഫൈ ചെയ്യാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു. ഇനി 4 വർഷത്തെ ഡിഗ്രി പൂർത്തിയാക്കിയാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാം, പക്ഷേ 2 വർഷം വേണ്ട. ഒരൊറ്റ വർഷം കൊണ്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിനും ഉള്ള അവസരം ഇപ്പോൾ വരുന്ന വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ നിന്ന് തുലോം വ്യത്യസ്തമായി കുട്ടികളുടെ അഭിരുചിക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും താല്പര്യത്തിനും അനുസൃതമായി നിരവധിയായിട്ടുള്ള വിഷയങ്ങളിലേക്ക്, അതും ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻ്റ് ആകാതെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് താല്പര്യമുള്ള വിഷയം സയൻസ് ആണെങ്കിലും കലാവിഷയങ്ങളാണെങ്കിലും കോമേഴ്സ് വിഷയങ്ങളാണെങ്കിലും ഇതിലോട്ടൊക്കെ സ്വിച്ച് ഓവർ ചെയ്യാൻ സാധ്യമാകുന്ന വിധത്തിൽ, പാകമായ വിധത്തിൽ അനവധിയായിട്ടുള്ള സാധ്യതകൾ ഓഫർ ചെയ്യുന്നു എന്നതാണ് ഈ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ 50-60 കൊല്ലങ്ങളായിട്ട് ഈ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ
ഒത്തിരി വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ സ്ഥാപനമാണ് സെൻറ്റ് മൈക്കിൾസ് കോളേജ്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും നടക്കുന്ന ഈ മാറ്റങ്ങൾക്കനുസരിച്ച് കൊണ്ടുള്ള എല്ലാ വിധത്തിലുള്ള സാധ്യതകളും സെൻറ്റ് മൈക്കിൾസ് കോളേജിലും ഇന്ന് ലഭ്യമാണ്. ആ വിധത്തിൽ സെൻറ്റ് മൈക്കിൾസ് കോളേജിലുള്ള FYUGPയുടെ സാധ്യതകളെക്കുറിച്ച്, അവസരങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി സംസാരിക്കുവാനായിട്ട് പോകുന്നത്.